ഹലോ എവരി വൺ. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. നമ്മൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തു. പിന്നീട് നമ്മൾ അതിനകത്തുള്ള രണ്ട് വേർഷൻസ് പൈതൺ 2ഉം പൈതൺ 3ഉം ഡിസ്കസ് ചെയ്തു. അത് കമ്പയർ ചെയ്തു. പിന്നീട് നമ്മൾ വന്നത് ഫീച്ചേഴ്സ് ഓഫ് പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലേക്കാണ്. അതിനകത്ത് കുറേ ഫീച്ചേഴ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇന്ന് പാർട്ട് 2 ആണ്. ഫീച്ചേഴ്സ് ഓഫ് പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ പാർട്ട് 2 ആണെന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പാർട്ട് 1 കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഇത് കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു എസ്സേക്ക് വരാൻ മാത്രം, അതായത് അങ്ങനെ ഒരു ക്വസ്റ്റ്യനുള്ള ഒരു സ്കോപ്പുള്ള ഒരു ഏരിയ ആണ് ഈ ഫീച്ചേഴ്സ് ഓഫ് പൈതൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഫീച്ചേഴ്സ് നോക്കാം. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമുക്കറിയാം, നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് സപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആവും എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. അപ്പോൾ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആവും? ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, എൻക്യാപ്സുലേഷൻ പോലത്തെ ഒരുപാട് കൺസെപ്റ്റുകൾ നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിനകത്ത് ഡിസ്കസ് ചെയ്തിരുന്നു. അതെല്ലാം നമ്മുടെ പൈതൺ പ്രോഗ്രാമിങ്ങിനകത്ത് സപ്പോർട്ടാവും. Python support object-oriented language and concept of classes, objects come into existence. It support inheritance, polymorphism, encapsulation, etc. പൈതൺ സപ്പോർട്ട് ചെയ്യുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് അപ്രോച്ച് ആയതുകൊണ്ട് തന്നെ അതിനകത്തുള്ള ക്ലാസ്സസ്, ഒബ്ജക്ട്സ്, അതുപോലെ തന്നെ ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, എൻക്യാപ്സുലേഷൻ എല്ലാം സപ്പോർട്ട് ചെയ്യും. The object-oriented procedure help to programmer to write reusable code and develop application in less code. ഇങ്ങനെ നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ റീയൂസബിൾ ആയിട്ടുള്ള കോഡ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. അതേപോലെ തന്നെ ലെസ് കോഡായിട്ട് എങ്ങനെ നമുക്കൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാം എന്നുള്ള ഒരു സ്കോപ്പും ഈ ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ഉണ്ട്. നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ലാർജ് സ്റ്റാൻഡേർഡ് ലൈബ്രറിയാണ്. പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് അത്രയും വേഴ്സറ്റൈൽ ആയിട്ടുള്ള ലൈബ്രറി അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെയാണ് അത് ഇന്ന് ഇത്രയും പോപ്പുലറായിട്ട് മാറിയിട്ടുള്ളതും. ഇറ്റ് പ്രൊവൈഡ് വാസ്റ്റ് റേഞ്ച് ഓഫ് ലൈബ്രറീസ് ഫോർ ദ വേരിയസ് ഫീൽഡ്സ് സച്ച് ആസ് മെഷീൻ ലേണിംഗ്, വെബ് ഡെവലപ്പർ ആൻഡ് ഓൾസോ ഫോർ സ്ക്രിപ്റ്റിംഗ്. അപ്പോൾ എല്ലാ ആപ്ലിക്കേഷൻ ലെവലിലേക്കും ഈ ഒരു പൈതൺ മാറിയത് ഇതിൻ്റെ ഒരു വാസ്റ്റ് റേഞ്ച് ഓഫ് ലൈബ്രറീസ് കാരണം തന്നെയാണ്. There are various machine learning libraries such as TensorFlow, Pandas, NumPy, Keras and PyTorch, etc. Django, Flask, Pyramids are the popular framework for Python web development. അപ്പോൾ ഫ്രെയിംവർക്കുകളായിട്ട് ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള ഫ്രെയിംവർക്കുകളുണ്ട്. അതിൻ്റെ പുറമെ ഇത്രയും വാസ്റ്റ് റേഞ്ച് ഓഫ് ലൈബ്രറീസും അവൈലബിൾ ആണ്. പിന്നെ വരുന്ന നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് GUI പ്രോഗ്രാമിംഗ് സപ്പോർട്ടാണ്. നമ്മുടെ പൈതൺ സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു കൺസെപ്റ്റാണ് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്. ഈസ് യൂസ്ഡ് ഫോർ ദ ഡെവലപ്പിംഗ് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ. ഇത് മെയിനായിട്ട് നമ്മൾ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനിലാണ് നമ്മൾ ഈ GUI നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. PyQt5, Kinter, Kiwi ആർ ദ ലൈബ്രറീസ് വിച്ച് ആർ യൂസ്ഡ് ടു ഡെവലപ്പിംഗ് ദ വെബ് ആപ്ലിക്കേഷൻ. അപ്പോൾ വെബ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഒരുപാട് ലൈബ്രറീസും അവൈലബിൾ ആണ്. ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് GUIയും അവൈലബിൾ ആണ്. പിന്നെ വരുന്ന ഫീച്ചർ ഇൻ്റഗ്രേഷനാണ്. ഇൻ്റഗ്രേറ്റഡ് പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇറ്റ് ക്യാൻ ബി ഈസിലി ഇൻ്റഗ്രേറ്റഡ് വിത്ത് ലാംഗ്വേജ് ലൈക്ക് C, CPP ആൻഡ് ജാവ എക്സെട്ര. മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളായിട്ടുള്ള സിയും CPPയും ജാവയൊക്കെ ആയിട്ട് എന്ത് ചെയ്യാൻ കഴിയും? പൈതൺ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ കഴിയും. പൈതണിൻ്റെ കോഡുകൾ ഈ ഒരു സിയിലും CPPയിലും പൈതൺ റൺസ് കോഡ് ലൈൻ ബൈ ലൈൻ ലൈക്ക് C, CPP, ജാവ. ഇറ്റ് മേക്ക് ഈസി ടു ഡീബഗ് ദ കോഡ്. പൈതണിനകത്ത് നമ്മുടെ സിയിലും CPPയിലും ജാവയിലൊക്കെ ഉള്ള പോലെ തന്നെ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് കോഡുകൾ റൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡീബഗ് ചെയ്യാൻ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു ടൈപ്പാണ് പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, എംബെഡബിൾ. The code of the other programming language can use in Python source code. മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള കോഡ് പൈതൺ സോഴ്സ് കോഡിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ തിരിച്ചും ചെയ്യാം. അതായത് പൈതൺ കോഡിനെ എടുത്തിട്ട് വേറെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിലും എംബെഡ് ചെയ്യാൻ കഴിയും. അതും ഈ ഒരു പൈതണിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. വി ക്യാൻ യൂസ് പൈതൺ സോഴ്സ് കോഡ് ഇൻ അനദർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആസ് വെൽ. മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? യൂസ് ചെയ്യാൻ കഴിയും. ഇറ്റ് ക്യാൻ എംബഡ് അതർ ലാംഗ്വേജ് ഇൻ ടു അവർ കോഡ്. മറ്റുള്ളതിനെ ഈ ഒരു കോഡിലേക്ക് എംബഡ് ചെയ്യാനും കഴിയും. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഡൈനാമിക് മെമ്മറി അലോക്കേഷനാണ്. നമ്മൾ ഇൻട്രൊഡക്ഷനകത്ത് എക്സാമ്പിളൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, സാധാരണ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആകുമ്പോൾ നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട്
നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കാൻ കഴിയുള്ളൂ. എന്നാൽ പൈതൻ്റെ അകത്ത് അത്ര പ്രശ്നമൊന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്കങ്ങ് വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കാം. ഇൻ പൈതൺ വി ഡോണ്ട് നീഡ് ടു സ്പെസിഫൈ ദ ഡാറ്റ ടൈപ്പ് ഓഫ് ദ വേരിയബിൾ. നമുക്ക് ഏതാണ് വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് എന്ന് സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. When we assign some value to the variable, it automatically allocate memory to the variable at runtime. നമുക്ക് ഏത് വേരിയബിളിലേക്ക് വാല്യൂ കൊടുക്കണമെങ്കിലും അത് റൺ ടൈമിൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിനുള്ള മെമ്മറി അലോക്കേറ്റ് ആവും. സപ്പോസ് വി ആർ അസൈൻ ഇൻറ്റീജർ വാല്യൂ 15 to x. നമുക്കൊരു 15 ആണ് എക്സ് എന്നൊരു വേരിയബിളിലേക്ക് കൊടുക്കേണ്ടത് എങ്കിൽ then we don't need to write int x equal to 15, just write x equal to 15. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളൊരു വാല്യൂ കൊടുക്കുന്നത് ഇൻറ്റീജർ ആണെങ്കിൽ ഇൻ്റ് എന്ന് കൊടുക്കണം, ക്യാരക്ടർ ആണെങ്കിൽ ക്യാർ എന്ന് കൊടുക്കണം, സ്ട്രിങ് ആണെങ്കിൽ സ്ട്രിങ് കൊടുക്കണം. അങ്ങനെ ഏതാണോ ടൈപ്പ് എന്ന് വെച്ചാൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കണം, ഡിക്ലെയർ ചെയ്ത് കൊടുക്കണം. എന്നാൽ നമ്മുടെ പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ കേസിൽ നമുക്ക് ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് എക്സ് ഈക്വൽ ടു 50 എന്ന് കൊടുത്താൽ മാത്രം മതി. അതാണ് ഇതിൻ്റെ മറ്റൊരു ഫീച്ചർ. അപ്പോൾ ഇത് നമ്മളുടെ ആ ഒരു സിൻറ്റാക്സിൻ്റെ സിംപ്ലിസിറ്റിക്ക് നമുക്ക് യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ കോഡിൻ്റെ കോംപ്ലിക്കേഷനും കുറക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫീച്ചേഴ്സ് ഓഫ് പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉള്ളത്. അപ്പോൾ നമ്മൾ 2 വീഡിയോസ് ആക്കിയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്, കാരണം ലെങ്ത് ഒരുപാട് കൂടി പോകും എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കൺസെപ്റ്റുകൾ കൂടുതൽ ക്ലിയർ ആവാത്തൊരു പ്രശ്നവും വരും. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം എന്തൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ്. അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഒരു കൺസെപ്റ്റിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ നമ്മുടെ പൈതൺ പ്രോഗ്രാമിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ പറഞ്ഞു ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, എൻക്യാപ്സുലേഷൻ എല്ലാം ഫോളോ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല റീയൂസബിൾ കോഡ് ഫോം ചെയ്യാനും അതേപോലെ തന്നെ ലെസ് കോഡായിട്ട് നമുക്ക് വളരെ ബിഗ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാനൊക്കെ ഇതിലൂടെ കഴിയും. പിന്നീട് വരുന്ന ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ലൈബ്രറി അത്രയും ലാർജ് ആണ്, വാസ്റ്റ് റേഞ്ച് ഓഫ് ലൈബ്രറീസ് തന്നെ അവൈലബിൾ ആണ്. അതിൻ്റെ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ വരുന്നത് GUI പ്രോഗ്രാമിംഗ് സപ്പോർട്ടാണ്. ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയും, അതൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വെബ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള ലൈബ്രറീസും ഇതിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ വരുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് ആണ്. ഈ ഒരു പോയിന്റിനകത്ത് പറയുന്നത് C, CPP പോലത്തെ ലാംഗ്വേജുകൾ, ജാവ പോലത്തെ ലാംഗ്വേജുകളായിട്ട് ഈസി ആയിട്ട് നമ്മുടെ പൈതൺ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. പിന്നെ വരുന്ന പോയിന്റ് എംബഡബിൾ ആണ്. എംബഡബിൾ മീൻസ് നമുക്ക് വേറൊരു കോഡിലേക്ക് നമ്മളുടെ പൈതൺ സോഴ്സ് കോഡിനെ എംബഡ് ചെയ്യാൻ കഴിയും. അതുപോലെ തിരിച്ച് സിയോ CPP ജാവയൊക്കെ പോലത്തെ പ്രോഗ്രാമുകളെ എടുത്തിട്ട് അതിൻ്റെ കോഡിനെ എടുത്തിട്ട് പൈതൺ പ്രോഗ്രാമിലേക്കും എംബഡ് ചെയ്യാൻ കഴിയുന്നുള്ളതാണ്. പിന്നെ വരുന്ന ഒരു ഫീച്ചർ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഫീച്ചർ എന്ന് പറയുന്നത് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ആണ്. അതായത് നമ്മൾ ആദ്യം ഡിക്ലെയർ ചെയ്തുകൊണ്ട് നമുക്ക് ഒരിക്കലും വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, പകരം ഡയറക്റ്റായിട്ട് നമുക്ക് x ഈക്വൽ ടു വാല്യൂ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാവുന്നതാണ്. അതാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഫീച്ചേഴ്സ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പൈതൺ പ്രോഗ്രാമിങ്ങിൻ്റെ ഫീച്ചേഴ്സ് ഉള്ളത്. എല്ലാവർക്കും കൺസെപ്റ്റുകൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു.